My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ 59ാമത്തെ എപ്പിസോഡിൽ നമ്മൾ മെർക്കുറിയസ് എന്ന അധ്യായം ആരംഭിക്കുകയാണ്. ഇതിൽ മെർക്കുറിയസ് നമ്മൾ ജനറൽ ചാപ്റ്ററും അതിനുശേഷം അതിൻ്റെ മറ്റ് ചെറിയ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് പ്രിപ്പറേഷൻസിനെ കുറിച്ചുള്ള ചില സബ് ചാപ്റ്റേഴ്സ് ഇതിലുണ്ട്. നമുക്ക് അത് ആരംഭിക്കാം. The pathogenesis of mercury is found in the provings of mercuric ion and mercosol, two slightly different preparations but not different enough to make any distinction in practice. നിങ്ങൾക്കറിയാവുന്നതാണ് വ്യത്യസ്തമായ പ്രിപ്പറേഷൻസ് മെർക്കുറിയും മെർക്കസോളും. പക്ഷേ പ്രാക്ടീസിൽ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം അത് ഉണ്ടാക്കുന്നില്ല എന്നാണ് എൻ്റെ പറയുന്നത്. ഇതിൻ്റെ പ്രിപ്പറേഷനിലെ ചെറിയ വ്യത്യാസം. Mercury is used in testing the temperature, and mercury constitution is just as changeable and sensitive to heat and cold. മെർക്കുറിയുടെ ബേസിക് നേച്ചർ ടെമ്പറേച്ചറുള്ള സെൻസിറ്റിവിറ്റി. ക്ലാസിക്കൽ ആയിട്ടല്ലെങ്കിൽ അനലോഗസ് തെർമോമീറ്ററിൽ ബാരോമീറ്ററിൽ ഒക്കെ ഉപയോഗിക്കുന്ന മെർക്കുറിയാണ്. മെർക്കുറി ഉപയോഗിക്കാൻ കാരണം ടെമ്പറേച്ചർ മെഷർമെൻറ്റ് ഉപയോഗിക്കാൻ കാരണം അതിൻ്റെ വളരെ ഉയർന്ന സെൻസിറ്റിവിറ്റി, ടെമ്പറേച്ചറിനോട് വളരെ സെൻസിറ്റീവാണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കൂടും, പെട്ടെന്ന് താഴുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സ്വഭാവം മെർക്കുറിയുടെ ഒരു ഇന്നേറ്റ് നേച്ചറായിരിക്കണം. അതാകണം അതിൻ്റെ പ്രൂവിങ്സിലും അത് കാണുന്നത്. ടെമ്പറേച്ചറിനോട് വളരെയധികം എക്സ്ട്രീം ടെമ്പറേച്ചറിനോട് സെൻസിറ്റീവായിട്ടുള്ള പേഷ്യൻസിന് മെർക്കുറി യോജിക്കാൻ കാരണം അതാണ്. അത് കേവലം ഒരു ഫിസിക്കൽ ക്വാളിറ്റി മാത്രമല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അത് മെർക്കുറിയുടെ അതിൻ്റെ ഒരു ഇന്നേറ്റ് ക്വാളിറ്റി ആയിരിക്കണം. അതുകൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നത്. ദ പേഷ്യൻ്റ് ഈസ് വേഴ്സ് ഫ്രം ദ എക്സ്ട്രീംസ് ഓഫ് ടെമ്പറേച്ചർ, വേഴ്സ് ഫ്രം ബോത്ത് ഹീറ്റ് ആൻഡ് കോൾഡ്. ബോത്ത് ദ സിംറ്റംസ് ആൻഡ് ദ പേഷ്യൻ്റ് ആർ വേഴ്സ് ഇൻ എ വാം അറ്റ്മോസ്ഫിയർ, വേഴ്സ് ഇൻ ദ ഓപ്പൺ എയർ ആൻഡ് വേഴ്സ് ഇൻ ദ കോൾഡ്. അപ്പോൾ വാം അറ്റ്മോസ്ഫിയറിൽ, ഓപ്പൺ എയറിലും കോൾഡിനും ഒക്കെ പ്രശ്നമാണ്. അതൊരു വളരെ വിശേഷപ്പെട്ടൊരവസ്ഥയാണ്. ചിലർക്ക് ഓപ്പൺ എയറിനോട് താല്പര്യം, കൂൾ എയറിനോട് താല്പര്യം, ചിലർക്ക് ഹോട്ട് എയറിനോട് താല്പര്യം, ഹോട്ട് റൂംസിനോട് താല്പര്യം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, രണ്ടിനോടും ഒരേപോലെ സെൻസിറ്റീവാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചില ഔഷധങ്ങളുണ്ട്. മെർക്കുറീസ് അതിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ബോത്ത് ദ സിംറ്റംസ് ആൻഡ് ദ പേഷ്യൻ്റ് ആർ വേഴ്സ് ഇൻ എ വാം അറ്റ്മോസ്ഫിയർ. ദ കംപ്ലൈൻറ്റ്സ് ഓഫ് മെർക്കുറി when sufficiently acute to send him to the bed are worse from the warmth of the bed, so that he is forced to uncover, but after he uncovers and cools off, he gets worse again, so that he has difficulty in keeping comfortable. ഇതാണ് അവസ്ഥ. നമ്മൾ ചൂട് സുഖമാണെന്ന് കരുതി ചൂടിലേക്ക് പോയാലും തണുപ്പ് സുഖമാണെന്ന് തണുപ്പിലേക്ക് പോയാലും രണ്ടും പ്രശ്നമാണ്. ഒരു പേഷ്യൻറ്റിൻ്റെ ബെഡിലാക്കുന്ന ഒരു അക്യൂട്ട് കണ്ടീഷനിൽ കിടക്കയിൽ പോയി കിടന്നു കഴിഞ്ഞാൽ കിടക്കയുടെ ചൂട് മതി അയാൾക്ക് പ്രയാസമാകും. അപ്പോൾ പുതപ്പും മറ്റുമൊക്കെ മാറ്റേണ്ടി വരും. പക്ഷെ അങ്ങനെ തണുപ്പടിച്ചാൽ ഇവിടെ ഒരു വെസ്റ്റേൺ കൺട്രീസിനെ പോലെ പുതപ്പ് മാറ്റുമ്പോൾ തണുപ്പടിക്കുന്നൊരവസ്ഥ എപ്പോഴും ഉണ്ടാകണമെന്നില്ല. പക്ഷേ അൺകവേർഡ് കണ്ടീഷനോട് ഉള്ളൊരു സുഖമില്ലായ്മ, ഒരു അൺകംഫർട്ടബിൾ അവസ്ഥ, പുറച്ച് കിടക്കണമെന്ന് താല്പര്യം, അത് മെർക്കുറിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അയാൾക്ക് രണ്ടവസ്ഥയിലും അയാൾക്കൊരു കംഫർട്ടബിൾ ആകാൻ പറ്റുന്നില്ല. ദിസ് അപ്ലൈസ് ടു ദ പെയിൻസ്, ദ ഫീവർ, അൾസേഴ്സ് ആൻഡ് ഇറപ്ഷൻസ് ആൻഡ് ദ പേഷ്യൻസ് ഹിംസെൽഫ്. അപ്പോൾ ലോക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ, പെയിന്, ഫീവറിന്, ഇറപ്ഷന്, അതുപോലെ പേഷ്യൻ്റ് മൊത്തത്തിലും. പേഷ്യൻ്റ് ജനറൽ കണ്ടീഷൻ തന്നെ എങ്ങനെയാണ്. പക്ഷേ പർട്ടിക്കുലേഴ്സിൽ വരുമ്പോഴേക്കും പെയിൻസിലും ഫീവറിലും ഇറപ്ഷനിലും അൾസേഴ്സിലും ഒക്കെ അതുണ്ട്. ഹീസ് ആൻ ഒഫൻസീവ് പേഷ്യൻറ്റ്. വളരെയധികം
ദുഷിച്ച ഗന്ധം പുറപ്പെടുവിക്കുന്നൊരു പേഷ്യൻ്റാണ്. നമ്മൾ ആഴ്സനിക്കിലൊക്കെ കണ്ട മാതിരി ഒരു കഡേവറിക് ഓർഡർ എന്ന് പറഞ്ഞ മാതിരി ഇവിടെ ഒരു ടിപ്പിക്കൽ മെർക്കുറിയൽ ഓർഡറാണ്. നിങ്ങളുടെ കെമിസ്ട്രി ഡിഗ്രി ലെവലിൽ മെയിനായിട്ടോ സബാർഡൊക്കെ പഠിച്ചിട്ടുള്ളവർ, അതിൻ്റെ കെമിസ്ട്രി ആ ലെവലിൽ ലാബിലൊക്കെ പോയവർക്ക് ഒരു മെർക്കുറിയൽ സ്മെൽ എന്താണെന്ന് മനസ്സിലാവും. അത് എങ്ങനെ അത് പറഞ്ഞൊരു ഗന്ധത്തെ പറഞ്ഞ് നമുക്ക് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഒരു ടിപ്പിക്കൽ മെർക്കുറിയൽ സ്മെൽ ഇറ്റ്സ് വെരി ഫെറ്റിഡ് സ്മെൽ എന്ന് വെച്ചാൽ എക്സ്ട്രീംലി അൺപ്ലസൻറ്റ്, ഒട്ടും പ്ലസൻ്റ് അല്ലാത്തൊരു സ്മെല്ല്. അതാണ് മെർക്കുറിയൽ സ്മെല്ല്. ഇറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഓൺ എൻറ്ററിങ് ദ റൂം. ഇറ്റ് പെർമിയേറ്റ്സ് ദ ഹോൾ റൂം. അപ്പോൾ മെർക്കുറി പേഷ്യൻ്റ് കിടക്കുന്ന മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മണം കിട്ടും. കാരണം ആ മുറിയിൽ മുഴുവൻ പടർന്നുണ്ടാവും. ആ രോഗിയുടെ ശരീരത്തിൽ മാത്രമല്ല, അവിടെ നിന്ന് വളരെ വേഗം അത് എമിനേറ്റ് ചെയ്തിട്ട് മുറി മുഴുവൻ പടർന്നുണ്ടാവും. ദ പെർസ്പിറേഷൻ ഈസ് ഒഫൻസീവ്. ഇറ്റ് ഹാസ് എ സ്ട്രോങ് സ്വീറ്റിഷ് പെനിട്രേറ്റിംഗ് ഓർഡർ. കണ്ടോ, രോഗിയുടെ വിയർപ്പാണ് ആ സ്മെല്ല് പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത്. വളരെ ശക്തിയുള്ള സ്വീറ്റിഷ്, ഒരു മധുരത്തിന് ഗന്ധമില്ല, പക്ഷേ ഒരു മധുരപദാർത്ഥങ്ങളുടേതായിട്ടുള്ളൊരു ഒരു ടിപ്പിക്കൽ സ്മെല്ലുണ്ട്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് പെനിട്രേറ്റിംഗ് ആണ്, തുളച്ച് കയറുന്നൊരു സ്മെല്ലാണ് മെർക്കുറിയസിൻ്റെ സ്മെല്ല്. അത് വളരെ അൺപ്ലസൻ്റ് ആണ്. ഒഫൻസീവ്നെസ് റൺസ് ഓൾ ത്രൂ. ഒഫൻസീവ് യൂറിൻ, സ്റ്റൂൾ ആൻഡ് സ്വെറ്റ്. ദ ഓഡേഴ്സ് ഫ്രം ദ നോസ് ആൻഡ് മൗത്ത് ആർ ഒഫൻസീവ്. ഉണ്ടോ, വിയർപ്പ്, സ്റ്റൂള്, യൂറിൻ, നാസൽ ഡിസ്ചാർജ്, മൗത്തിൽ നിന്ന് വരുന്ന ഇത് ഒക്കെ ഒഫൻസീവാണ്. വെൻ മെർക്കുറി ഈസ് യൂസ്ഡ് ഇൻ ലാർജ് ഡോസസ് ആൻഡ് ദ പേഷ്യൻ്റ് ഈസ് സലൈവേറ്റഡ്, ഹി ഗിവ്സ് ഓഫ് ദ ഓർഡേഴ്സ്. അപ്പോൾ പഴയകാലത്തെ മെർക്കുറിയൽ പ്രയോഗങ്ങൾ, ലാർജ് ഡോസ് ഓഫ് മെർക്കുറി കൊടുക്കുന്ന അവസ്ഥയിൽ കുറച്ച് കഴിയുമ്പോൾ സലൈവേഷൻ തുടങ്ങും. ഇത് പറയുമ്പോൾ ഞാനിത് വായിച്ച കാലത്ത് ഞാൻ മറ്റൊരു ലിറ്ററേച്ചർ ഞാൻ വായിക്കാനിടയായി. ഈ പണ്ട് കാലത്തെ ഡെൻറ്റിസ്റ്റുകൾ പല്ലിൻ്റെ ഹോൾസ് അടക്കാൻ വേണ്ടി സിൽവർ വെച്ച് അടക്കുമെന്നാണ് പറയപ്പെടുന്നത്. സിൽവറിൻ്റെ കോമ്പൗണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഞാനൊരു ലേഖനത്തിൽ വായിച്ചത് വാസ്തവത്തിലത് മെർക്കുറിയുടെ കോമ്പൗണ്ടാണ്, മെർക്കുറി കോമ്പൗണ്ടാണ്. ഞാൻ ഈ ലെക്ചേഴ്സിൽ മെർക്കുറീസ് വായിക്കുകയും ഈ സലിവേഷനെ കുറിച്ച് അറിയുകയും ചെയ്തിരുന്നപ്പോൾ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം ഓർമ്മ വന്നു. അത് ഡിഗ്രിക്ക് എൻ്റെ കൂടെ പഠിക്കുന്നൊരു സുഹൃത്തായിരുന്നു, PhD. അയാൾക്ക് എപ്പോഴും ഇങ്ങനെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ നിന്നൊക്കെ ഇറങ്ങി അധ്യാപകരുടെ മുൻകൂർ പെർമിഷനിലൊക്കെ പോയി തുപ്പും. ഞാൻ ഇയാളെ ചോദിച്ചു, ഈ മെർക്കുറിയൽ പോയിസണിങ് എന്തുകൊണ്ടെങ്കിലും ഉണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അങ്ങനത്തൊന്നും ചെയ്തിട്ടില്ല. പിന്നീട് പല്ല് അടച്ചിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായിട്ട് പല്ലിൻ്റെ പ്രശ്നമുണ്ട്, 4 അണപ്പല്ലുകൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ സിൽവർ കൊണ്ട് അടച്ചെന്ന് പറയുന്നു. നോക്കിയപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കറുത്ത നിറത്തിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇയാൾ ഇതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നതുകൊണ്ട് ഈ കൂട്ടുകാരൻ അപ്പം തന്നെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആ ഡെൻറ്റിസ്റ്റെ പോയി കണ്ട് ഇത് റിമൂവ് ചെയ്യാം. അതുകൊണ്ട് വളരെ ടെമ്പററി ഫില്ലിംഗ് ഉണ്ടല്ലോ, പണ്ട് സിമെൻറ്റ് കൊണ്ട് ഫില്ല് ചെയ്യാന്ന് പറയും. അത് അവരുടെ ഒരു ടിപ്പിക്കൽ കോമ്പൗണ്ടാണ്, സിമെൻറ്റ് ഫില്ലിംഗ് എന്നാണ് അന്നത്തെ കാലത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ അവൻ പോയിട്ട് ഡെൻറ്റിസ്റ്റെ കൊണ്ട് നിർബന്ധിച്ച് ഈ 4 ഇതും കുത്തിക്കളഞ്ഞിട്ട് സാധാരണ സിമെൻറ്റ് ഫില്ലിങ് നടത്തി. അത് നടത്തി 1 മാസം കഴിഞ്ഞ കൂടി ഇയാളുടെ ഈ സലൈവേഷൻ മാറി. ഈ എൻ്റെ കൂടെ പറയുന്ന കാര്യം വ്യക്തമായി. മെർക്കുറിക്ക് ഒരു സലൈവേഷൻ ഉണ്ടാക്കുന്നൊരു സ്വഭാവമുണ്ട്, അതിനൊരു ദുർഗന്ധമുണ്ട്, ഒരു ടിപ്പിക്കൽ പെർമിയേറ്റിംഗ് ഓർഡറുണ്ട്. വൺ ഹു ഹാസ് വൺസ് സ്മെൽറ്റ് എ സലൈവേറ്റ് പേഷ്യൻ്റ് വിൽ റിമെമ്പർ ദ മെർക്കുറി ഓർഡർ. അപ്പം അങ്ങനത്തെ ഒരു സലൈവേറ്റ് പേഷ്യൻറ്റിന് ഒരിക്കൽ അയാളുടെ മണം അറിഞ്ഞ ആൾക്ക് മെർക്കുറി ഓർഡർ മനസ്സിലാവും. ഐ റിമെമ്പർ വെൻ ഐ വാസ് എ സ്റ്റുഡൻറ്റ്, almost every room had the mercury odor. Mercury was given till the gums were touched and salivation was produced. That odor is often an index to the use of mercuries. പണ്ടൊക്കെ കാലത്ത് മെർക്കുറിയുടെ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയ സമയത്ത്, എന്തിനാണെന്ന് പറയുന്നില്ല,
ഗംസിനെ അഫക്റ്റ് ചെയ്യുന്നത് വരെ കൊടുത്തിരുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പൊതുവായിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഏത് സ്റ്റുഡൻറ്റിന് അടുത്ത് പോയി കഴിഞ്ഞാലും ആ മെർക്കുറിയൽ സ്മെല്ല് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നീട് അത്തരം മെർക്കുറിയൽ പ്രിപ്പറേഷൻസ് ഇപ്പോൾ ഇല്ല. ഹിസ് വേർഡ്സ് അറ്റ് നൈറ്റ്, നൈറ്റ്ലി അഗ്രവേഷൻ, അത് ഇറ്റാലിക്സിനോട് പറയുന്നത് മെർക്കുറീസിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു കണ്ടീഷനാണ് നൈറ്റ്ലി അഗ്രവേഷൻ. ദ ബോൺ പെയിൻസ്, ജോയിൻ്റ് അഫക്ഷൻസ് ആൻഡ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ആർ ഓൾ വേഴ്സ് അറ്റ് നൈറ്റ് ആൻഡ് സംവാട്ട് റിലീവ്ഡ് ഡ്യൂറിങ് ദ ഡേ. അപ്പോൾ ബോൺ പെയിൻസ് മെർക്കുറീസിൻ്റെ ഒരു സ്വഭാവമാണ്. ജോയിൻ്റ് അഫക്ഷൻസ്, ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഒക്കെ രാത്രി വർദ്ധിക്കും. അത് പകൽ ഏതാണ്ട് റിലീവ്, സംവാട്ട് റിലീവ്ഡ് എന്ന് പറയുന്നത് ഒരു ഏകദേശം റിലീഫ് പകലുണ്ടാകുകയും ചെയ്യും. ബോൺ പെയിൻസ് ആർ യൂണിവേഴ്സൽ, എല്ലായിടത്തും ബോൺ പെയിൻസ് ഉണ്ട്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ബോൺ പെയിൻസ് ഉണ്ടാകാം. പക്ഷേ വിശേഷപ്പെട്ട എവിടെയാണ്? ബട്ട് എസ്പെഷ്യലി വേർ ദ ഫ്ലഷ് ഈസ് തിൻ ഓവർ ദ ബോൺസ്. അപ്പോൾ ഇങ്ങനെ പെർട്യൂബറേറ്റിംഗ് ബോൺസ്, അതിൻ്റെ ബോൺസിന് മേലിൽ ഫ്ലഷിൻ്റെ കവറേജ് കുറവുള്ള ഭാഗങ്ങൾ, അവിടെയാണ് ഇത് കൂടുതൽ വരുന്നത്. പെരിയോസ്റ്റിയൽ പെയിൻസ്, ബോറിംഗ് പെയിൻസ്, വേഴ്സ് അറ്റ് നൈറ്റ് ആൻഡ് ഫ്രം വാംത്ത് ഓഫ് ദ ബെഡ്. ഇപ്പോൾ രാത്രിയിലും കിടക്കയിൽ കിടന്ന് ചൂടാകുമ്പോഴും വർദ്ധിക്കുന്ന ബോൺ പെയിൻസ്. ദ ഗ്ലാൻഡ്സ് ആർ ഇൻഫ്ലെയിംഡ് ആൻഡ് സ്വോളൻ. ദ പെരോട്ടിഡ്സ്, sublinguals, lymphatic glands of the neck, groin and axilla are all affected. ഒരു എല്ലാ ഗ്ലാൻഡ്സിലും ഇൻഫ്ലമേഷൻ ഉണ്ട്. നമ്മളുടെ തൊണ്ടയിൽ മുതൽ ഒക്കെ നെക്കിലൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ട്. അത് സ്വെല്ലിങ് ഉണ്ടാവും, അത് വളരെ പെയിൻഫുൾ ആയിരിക്കും. ദ മാമേ സ്വെൽ ആൻഡ് ദർ ഇസ് ഇൻഫ്ലമേഷൻ ആൻഡ് സ്വെല്ലിങ് ഓഫ് ദ ലിവർ. മാമറി ഗ്ലാൻഡ്സിൽ, ലിവറിൽ ഒക്കെ എല്ലാ ഗ്ലാൻഡ്സിലും മെർക്കുറിയുടെ എഫക്ഷൻ ഉണ്ട്. ഇറ്റ് ഈസ് പ്രീ എമിനൻ്റ്ലി എ ഗ്ലാൻഡുലർ റെമഡി. അതിൻ്റെ ഒന്നാമതായി അല്ലെങ്കിൽ വളരെ പ്രമുഖമായി മെർക്കുറീസ് ഒരു ഗ്ലാൻഡുലർ റെമഡിയാണ്. ഗ്ലാൻഡ്സിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻഡ്യൂറേഷൻ ഈസ് ഓൾസോ എ ജനറൽ. ഇൻഫ്ലെയിംഡ് പാർട്സ് ഇൻഡ്യൂറേറ്റ്. പൊതുവേ ഇൻഡ്യൂറേഷനുണ്ട്. ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന ഭാഗത്തൊക്കെ, നീർവീക്കം ഉണ്ടാകുന്ന ഭാഗത്തൊക്കെ കല്ലിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു മെർക്കുറിയസിനൊരു അബ്യൂസ് കൂടിയുണ്ട്. തൊണ്ടയിലുണ്ടാകുന്ന ടോൺസിലൈറ്റീസിന് ഈ ഞാൻ നേരത്തെ പറഞ്ഞ അമച്വർ ഹോമിയോപാസ്, ട്രാവലിംഗ് ഹോമിയോപാസ് ഒക്കെ ഒരു പതിവ് പോലെ കൊടുത്തിരുന്നൊരു സാധനമാണ് മെർക്കുറിയസ്. പക്ഷെ അതിൻ്റെ ജനറൽ കണ്ടീഷൻ അവർ നോക്കുന്നില്ല. നൈറ്റ്ലി അഗ്രവേഷൻ, ഹീറ്റ് അഗ്രവേഷൻ, സെൻസിറ്റീവ് ടു ഹീറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും നോക്കുന്നില്ല. ഇൻട്രാക്റ്റീവ് ഗ്ലാൻഡ്സ് ഉണ്ടോ, സർവ്വസാധാരണ ഉണ്ടാകുന്നതാണ് തൊണ്ടയിലെ പ്രശ്നം. അതിനൊക്കെ മെർക്കുറിയസ് കൊടുത്തിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻട്രവേഷൻ ഒരു ജനറലാണ്. ഇൻഫ്ലെയിംഡ് പാർട്സ് ഇൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ജനറലാണ്. ഇഫ് ദ സ്കിൻ ഈസ് ഇൻഫ്ലെയിംഡ് ഇറ്റ് ഈസ് ഹാർഡ്. അപ്പോൾ സ്കിന്നിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയാൽ അത് കട്ടിയാവും. ഇൻഫ്ലെയിംഡ് ഗ്ലാൻഡ്സ് ആർ ഹാർഡ്. ദർ ഇസ് ഇൻഡുറേഷൻ വിത്ത് അൾസറേഷൻ. അപ്പോൾ ഇൻഫ്ലമേഷനെ തുടർന്ന് ഇൻഡുറേഷൻ ഉണ്ടാകുന്നു, ഹാർഡാകുന്നു, അതിനോടൊപ്പം അൾസറേഷനും ഉണ്ട്. ദ ടെൻഡൻസി ടു അൾസറേറ്റ് റൺസ് ത്രൂ ദ റെമഡി. അപ്പോൾ അൾസറേഷൻ്റെ ടെൻഡൻസി ഇത് ത്രൂ ഔട്ട്, മെർക്കുറിയസ് ത്രൂ ഔട്ട് ഒരു അൾസറേഷൻ ടെൻഡൻസി ഉണ്ട്. ഇൻഫ്ലമേഷൻ, ഇൻഡുറേഷൻ, അൾസറേഷൻ. അൾസേഴ്സ് ആർ ഫൗണ്ട് എവരിവെയർ ഇൻ ദ ത്രോട്ട്, നോസ്, മൗത്ത് ആൻഡ് ദ ലോവർ ലിംസ്. എല്ലായിടും, ത്രോട്ടിൽ, മൂക്കിൽ, വായിൽ, തൊണ്ടയിൽ, ലോവർ ലിംസിലൊക്കെ അൾസേഴ്സ് ഉണ്ട്. എനിക്ക് പരിചയമുള്ള ഡോക്ടറെ എനിക്കറിയാം, ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് അയാളുടെ ഇവിടെ ഈ ഭാഗത്ത് പുറമെ അൾസർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനാണ് ആ ഹോമിയോപ്പതിന്, എറണാകുളം ടൗണിലുള്ള ഹോമിയോപ്പതിന് ഞങ്ങൾക്ക് വായിച്ച് തുടങ്ങിയ കാലത്ത് തന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇത് പേഷ്യനെ കണ്ടു കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, ആൽബിയുടെ റെഫർ ചെയ്യുന്ന ലൈബ്രറിയിൽ റെഫർ ചെയ്യുന്ന പുസ്തകങ്ങളിൽ പോയി മെർക്കുറിയസ് വായിച്ച് നോക്കിയോ, അതിന് ഇതേപോലെ ലക്ഷണം കാണുന്നു. ആ രോഗിയുടെ ജീവനാണ്ട് 2 വർഷത്തോളം നീണ്ടു നിന്നു.
ബുദ്ധിമുട്ടുകളൊക്കെ മാറി ശാന്തമായിട്ട് ജീവിച്ചായിട്ട് എനിക്കറിയാം. അൾസേഴ്സ് sting and burn and have a lardaceous base and ashy white appearance looking as if spread over with a coating of lard. ഉണ്ടോ? അപ്പോൾ നമ്മൾ നേരത്തെ ഒരു റോഡിൽ കണ്ട ലാർഡേഷ്യസ് ബേസ് വാക്സി ആയിട്ടുള്ള ഒരു ഈ ലാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പന്നിയുടെ പിഗിൻ്റെ നെയ്യിക്കാണ് അങ്ങനെ പറയാറ്. പിഗിൻ്റെ നെയ്യെന്ന് വെച്ചാൽ അതിൻ്റെ മാംസത്തിൻ്റെ മേലെ അതിൻ്റെ തൊലിയുടെ അടിയിൽ വളരെ കട്ടിയുള്ള 5-10 സെൻറ്റിമീറ്ററൊക്കെ കട്ടിയുള്ള ഈ കൊഴുപ്പിൻ്റെ കോട്ടിങ് പിഗിനുണ്ടാവും. അതിൻ്റെ വലിയൊരു പ്രൊട്ടക്ഷനാണ് വാസൽ പിഗിന്. പിന്നെ ഞങ്ങൾ മോഡേൺ ഫിസിക്സിൽ ന്യൂക്ലിയർ ഫിസിക്സ് പഠിച്ച കാലത്ത് ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് ജനറൽ ബുക്സ് വായിച്ചു. ന്യൂക്ലിയർ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂക്ലിയർ റിയാക്ഷനായിട്ട് ബന്ധപ്പെട്ട് ഒരു ന്യൂക്ലിയർ അറ്റാക്ക് ഉണ്ടായാലും ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ജേർണൽസൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഏതൊരു അമേരിക്കൻ ജേർണൽ ഞാൻ വായിച്ചു തുടങ്ങുന്നുണ്ട്. അവിടെ ന്യൂക്ലിയർ ഫിസിസ്റ്റുകൾ നടത്തിയ റിസർച്ചാണ്, ബയോളജിസ്റ്റുകൾ ചേർന്ന്. ഒരു ന്യൂക്ലിയർ വാർഫെയർ ഉണ്ടായാൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ സർവൈവ് ചെയ്യാൻ സാധ്യതയുള്ള ജീവികളൊന്ന് പന്നിയായിരിക്കും എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം പറയുന്നത് അതിൻ്റെ ഈ ലാർഡ് ആണ്. പന്നിയുടെ മാംസത്തിനും തൊലിക്കും ഇടയിലുള്ള കട്ടിയുള്ള ആ കൊഴുപ്പിൻ്റെ ആവരണം, അത് ഒരു പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ആഷി കളറാണ് അതിന്, വാക്സിയാണ് ആ ഒരു ഫാറ്റി ആയിട്ടൊരു ബേസ്. ഈ മെർക്കുറിയസിൻ്റെ വർണ്ണങ്ങൾക്ക് അൾസേഴ്സിൻ്റെ അങ്ങനത്തെ ഒരു വാക്സി ആയിട്ടുള്ളൊരു ബേസ് ഉണ്ടാവും. ആ ബേസിന് മേലാണ് ഇത് വരുന്നത്, വ്രണം വരുന്നത്. ഇറ്റ് ലുക്സ് ലൈക്സ് എ ഡിഫ്തീരിക് എക്സ്യൂഡേറ്റ്. ഡിഫ്തീരിയയുടെ ഒരു സ്രവം, അതൊരു ഡേർട്ടി ആഷ് കളറാണ്. അപ്പോൾ ഡേർട്ടി ആഷ് ആയിട്ടുള്ള ഒരു വാക്സി ആയിട്ടുള്ളൊരു കോട്ടിങ് പോലെ. അൾസേഴ്സ് ഇൻ ദ ത്രോട്ട് ഹാവ് ദിസ് അപ്പിയറൻസ്. തൊണ്ടയിലെ അൾസേഴ്സിന് ഈ ഒരു അപ്പിയറൻസ് ഉണ്ട്. ഈ ത്രോട്ട് പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ, ടോൺസിലൈറ്റീസും വ്രണങ്ങളായിട്ടൊക്കെ വരുമ്പോൾ ഈ ഒരു പാരാമീറ്റർ നിങ്ങൾക്ക് ശ്രദ്ധാപൂർവ്വം നോക്കാവുന്നതാണ്. അവിടെ മെർക്കുറിക്ക് ചിലപ്പോൾ നല്ലൊരു പ്രയോഗ സാധ്യതയുണ്ട്. ദ മ്യൂക്കസ് മെംബ്രെയിൻ സംടൈംസ് ഇൻഫ്ലെയിംസ് വിത്തൗട്ട് അൾസറേഷൻ ബട്ട് വിത്ത് എക്സ്യൂഡേഷൻ ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ഡിഫ്തീരിയ. അപ്പോൾ ഡിഫ്തീരിയയിലുള്ള ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രയോഗം പറയുന്നത്, ഈ മ്യൂക്കസ് മെംബ്രെയിനിലും ചിലപ്പോൾ ഒരു വിത്തൗട്ട് അൾസറേഷൻ ഇല്ലാതെ ഒരു ഇൻഫ്ലമേഷൻ വരാം. പക്ഷേ എക്സ്യൂഡേഷൻ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡിഫ്തീരിക് എക്സ്യൂഡേഷനെ കുറിച്ച് പറഞ്ഞില്ലേ, ഒരു ആഷ് കളറിലുള്ള ഒരു ഡേർട്ടി ആഷ് കളറിലൊരു ഡിസ്ചാർജ്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ഡിഫ്തീരിയയിൽ ഇത് മെർക്കുറിക്കൊരു പ്രയോഗം ഉണ്ടാകും. പക്ഷേ മെർക്കുറി ജനറൽ കണ്ടീഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഡിഫ്തീരിയ കവർ ചെയ്യുന്ന ധാരാളം മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ മെർക്കുറി വരുന്നെങ്കിൽ മെർക്കുറിയുടെ ജനറൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഡിഫ്തീരിയയെ മെർക്കുറി ക്യൂർ ചെയ്യും. ഇറ്റ് ഹാസ് ദ സെയിം കണ്ടീഷൻ ഇൻ അൾസേഴ്സ്. When the systems run down, they exude a grey, lardy or ashy deposit. ഇതേ അവസ്ഥ അൾസേഴ്സിലുണ്ട്, അൾസർ ഇല്ലാതെയുണ്ട്, അൾസേഴ്സിലുണ്ട്. അപ്പോൾ ഈ അൾസേഴ്സ് അതിൻ്റെ ഒരു മനുഷ്യൻ്റെ ആ ഒരു ബയോളജിക്കൽ സിസ്റ്റത്തെ കീഴടക്കുന്നൊരവസ്ഥയിൽ ഒരു ഗ്രേ ലാഡി ഡെപ്പോസിറ്റ് എക്സിഡേഷൻ ഉണ്ടായിട്ട് ഗ്രേ ആയിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാക്സി അല്ലെങ്കിൽ കൊഴുപ്പിൻ്റെ ഒരു ആവരണം തോന്നിക്കുന്ന പോലുള്ള ഒരു ആഷി ഡെപ്പോസിറ്റ് ഉണ്ടാകും. മെർക്കുറിസിൻ്റെ ഒരു ടിപ്പിക്കലാണ്. ഷങ്കേഴ്സ് ടേക്ക് ഓൺ ദാറ്റ് ഫോം എ വൈറ്റിഷ് ചീസി ഡെപ്പോസിറ്റ് ഓൺ ദ ബേസ്. അപ്പോൾ അതൊരു സിഫിലിറ്റിക് നേച്ചറാണ് പറയുന്നത്. സെക്ഷൽ പാർട്സിൽ പീനിസിലും വജേനയിലും ഉണ്ടാകുന്ന വ്രണങ്ങൾ
അല്ലെ മുഴകൾ, അവിടെയും ഈ ഒരു അവസ്ഥ ഉണ്ടാകാം. അവിടെ എങ്ങനെയാണ് വൈറ്റിഷ് ചീസി ഡെപ്പോസിറ്റ് ഓൺ ദ ബേസ്. ഷാങ്കേഴ്സിൻ്റെ ബേസിൽ ഒരു വൈറ്റിഷ് ചീസി ഡെപ്പോസിറ്റ് കാണും. മെർക്കുറീസിൻ്റെ ഇത്തരം ഒരു സിഫിലിസിലുള്ള ഒരു പ്രധാനപ്പെട്ട റോളിനെ കുറിച്ചാണ് ഇവിടെ കെൻഡ് സൂചിപ്പിക്കുന്നത്. വെൻ യു റിയലൈസ് ദാറ്റ് ദ കംപ്ലൈൻറ്റ്സ് ഓഫ് മെർക്കുറിയസ് ആർ വേഴ്സ് അറ്റ് നൈറ്റ് ആൻഡ് തിങ്ക് ഓഫ് ദ ബോൺ പെയിൻസ്, പെരിയോസ്റ്റൽ ഇൻഫ്ലമേഷൻ എക്സെട്ര, ഇറ്റ് ഈസ് നോട്ട് സർപ്രൈസിങ് ദാറ്റ് മെർക്കുറി സംടൈംസ് ക്യൂർസ് സിഫിലിസ്. ഉണ്ടോ? മെർക്കുറി നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള നൈറ്റ്ലി അഗ്രവേഷൻ, ബോൺ പെയിൻസ്, പെരിയോസ്റ്റിയൽ ഇൻഫ്ലമേഷൻ, ഇതെല്ലാം നോക്കുമ്പോൾ ചിലപ്പോൾ സംടൈംസ് ചിലപ്പോൾ സിഫിലിസിന് മെർക്കുറിയസ് ഹീൽ ചെയ്തേക്കാം. സിഫിലിറ്റിക് മയാസിസിൻ്റെ ചീഫ് റെമഡിയാണ് എന്നതുകൊണ്ട് സിഫിലിസിൻ്റെ റെമഡി ആവണമെന്നില്ല. മെർക്കുറിയസിൻ്റെ ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഇൻഡിക്കേറ്റർ റെമഡി ആണെങ്കിൽ, സിമിലിമോ ആണെങ്കിൽ സിഫിലിസിന് മെർക്കുറിയസ് ഹീൽ ചെയ്യും. It is wonderful that the allopath hit upon it for this disease and he cures or suppress enough cases by similarity to justify its continuous use. അപ്പോൾ ഈ ഒരു അവസ്ഥ അറിയാവുന്നതുകൊണ്ടാണ് മെർക്കുറിയൽ പ്രിപ്പറേഷൻസിന് പഴയ അലോപ്പതിയിൽ സിഫിലിസിനുള്ള ഔഷധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ അവിടെ സ്റ്റുഡൻസിനൊക്കെ മെർക്കുറിയസ് കൊടുത്തിരുന്നു എന്നൊക്കെ എൻ്റെ പറയുന്നതിൻ്റെ ഒരു കാരണം ഞാൻ ഊഹിക്കുന്നത്, യുഎസിലും മറ്റുമൊക്കെ ആ ഒരു യുവതിയുവാക്കളുടെ ഇടയിൽ ഒരു സെക്ഷൽ ഡിസിപ്ലിനൊന്നും നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ കാണുന്നവരുണ്ടാവണമെന്നില്ല. അപ്പം അന്നത്തെ സാഹചര്യങ്ങൾ സിഫിലിസും മറ്റുമൊക്കെ പിടിപെടാനുള്ള സാധ്യത കൂടുതലുണ്ടാകാം. അതുകൊണ്ടാകാൻ ചിലപ്പോൾ അവർക്കൊരു പ്രിവെൻറ്റീവ് എന്ന നിലയിലോ ക്യൂറേറ്റീവായിട്ടോ ഈ ഹോസ്റ്റലിലൊക്കെ കുട്ടികൾക്കൊക്കെ മെർക്കുറിയസ് കൊടുത്തുകൊണ്ടിരുന്നത് ആകാം, എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അലോപ്പാത്തും ഇത് ഉപയോഗിച്ചിരുന്നു. പക്ഷേ അത് വളരെ ശ്രദ്ധാപൂർവ്വം ഉപയോഗിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ക്യൂറേറ്റീവും ആകാം. പക്ഷേ അത് റിപ്പീറ്റഡ് യൂസ് കാരണം ഒരു മെർക്കുറിയൽ നേച്ചർ ആ പേഷ്യൻറ്റിൻ്റെ മേൽ ഇംപ്രസ് ചെയ്യിക്കാനാണ് സാധ്യത കൂടുതലും. ഇനി കെൻഡറിൻ്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം പറയാണ്, വെൻ ഗിവൺ സ്യൂട്ടബിളി ഇറ്റ് ക്യൂവേഴ്സ്. ഉണ്ടോ? ശരിയായ രീതിയിൽ ഇത് കൊടുത്താൽ ഹീൽ ചെയ്യും. ശരിയായ രീതിയിൽ സ്യൂട്ടബിളി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇൻ പൊട്ടൻസൈസ്ഡ് ഫോം. ഹോമിയോപ്പതിക് പ്രിപ്പറേഷനിൽ സിംറ്റം സിമിലാരിറ്റി നോക്കി കൊടുത്തു കഴിഞ്ഞാൽ മെർക്കുറിയസ് ഹീലിംഗ് ചെയ്യും. സിഫിലിറ്റിക് കണ്ടീഷനായാലും മെർക്കുറിയസ് ഹീലിംഗ് ചെയ്യും. പക്ഷേ ക്രൂഡ് ഫോമിലോ അല്ല കോമ്പൗണ്ട് ഫോമിൽ ക്രൂഡായിട്ടോ റിപ്പീറ്റഡായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഗുണത്തേക്കാളധികം ദോഷമായിരിക്കും. അപ്പോൾ മെർക്കുറിയുടെ വളരെ പ്രധാനപ്പെട്ട ചില പ്രയോഗ സാധ്യതകൾ നമ്മൾ കണ്ടു. മെർക്കുറിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഈ പരമ്പര ഇഷ്ടപ്പെട്ടവർ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനൽ പരിചയപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.